ചില ജ്യോതിഷന്മാർ വീഡിയോകളിൽ പറയുന്നത് കേൾക്കാം, പുതുവർഷത്തിലെ 1-ാം തീയതി തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം, ഇല്ലെങ്കിൽ പോയി പിന്നീട് നടത്തിയിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നടത്തിയാൽ മതി. ഇപ്പോൾ ജോലി തിരക്കുകൾ മൂലം, അസുഖങ്ങൾ മൂലം 1-ാം തീയതി തന്നെ ഭഗവാന്റെ അടുത്ത് പോകുവാനൊക്കെയും ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 83. മോശമായ നാവ് അതിൻ്റെ ഇരയേക്കാൾ അതിൻ്റെ ഉടമയ്ക്കാണ് കൂടുതൽ പ്രയാസമുണ്ടാക്കുക എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. നമസ്കാരം. എല്ലാ പുതുവർഷവും അടുക്കാറാകുമ്പോൾ ഒട്ടുമിക്ക ഭക്തജനങ്ങളുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പുതുവർഷം ഒന്ന് ആയിട്ട് വേണം എല്ലാ ദിവസവും മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുവാൻ, ഒരു ദിവസം പോലും മുടക്കില്ലാതെ ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ, നാമജപങ്ങളിൽ ഏർപ്പെടുവാൻ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് 99% ഭക്തജനങ്ങളും പുതുവർഷത്തെ വരവേൽക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും. വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്നത് പോലെ പഴയ അതേ ജീവിത രീതിയും ചിട്ടവട്ടങ്ങളും വീണ്ടും പുതുവർഷത്തിലും പിന്തുടരും. പിന്നെ എങ്ങനെയാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ഈ വീഡിയോ പുതുവർഷത്തെ വരവേൽക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കുമുള്ള ഒരു സമ്മാനം എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. ചില നാളുകാർക്ക് ഈ വർഷം നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. നമ്മുടെ മറ്റുള്ള വീഡിയോകൾ പോലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരേപോലെ ഗുണപ്രദമാണ് ഇന്നത്തെ ഈ വിഷയവും. ആയതിനാൽ മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പറയണ്ടല്ലോ, പുതുവർഷമാണ്, ഈ വർഷത്തിലെ അവസാന വീഡിയോയാണിത്. എല്ലാവരും സന്തോഷപൂർവ്വം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ ഭക്തജനങ്ങൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക. എല്ലാ പുതുവർഷത്തിലെയും ആദ്യത്തെ 20 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ച എന്ന് പറയുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. എത്രയൊക്കെ നന്നാവണമെന്ന് നാം വിചാരിച്ചാലും, മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചാരിച്ചാലും, ഈ ആദ്യത്തെ ആഴ്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അവ നടക്കുകയുള്ളൂ, യാഥാർത്ഥ്യമാവുകയുള്ളൂ. ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അത് ഈ ആഴ്ചകളിൽ മുടങ്ങാതെ പിന്തുടരുക. ഇപ്പോൾ ക്ഷേത്ര ദർശനമാണ് എങ്കിൽ ആദ്യത്തെ 1, 2, 3 ആഴ്ചകളിൽ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുക. ഇനി മുടങ്ങാതെ ഭഗവാനോടുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെടണം എന്നുള്ളതാണ് എങ്കിൽ അതും ഈ ആഴ്ചകളിൽ 1-ാം തീയതി തൊട്ട് 21 ദിവസം മുടങ്ങാതെ പ്രാർത്ഥനയിൽ ഏർപ്പെടുക. എങ്കിൽ മാത്രമേ ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് ആ ചിട്ട പിന്തുടരുവാനായി സാധിക്കുകയുള്ളൂ. ഓർത്തുകൊള്ളുക, ഇത് പരമമായ യാഥാർത്ഥ്യമാണ്. ശാസ്ത്രീയമായി പറയുകയാണ് എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ അല്ലെങ്കിൽ തലച്ചോറിനെ ഒരു യന്ത്രമായി കണക്കാക്കാം. അവ മുടങ്ങാതെ തുടർച്ചയായി ചെയ്താൽ മാത്രമേ യാന്ത്രികമായി പ്രതിഫലിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ പല്ല് തേക്കാറില്ലേ, പ്രഭാത കർമ്മങ്ങളിൽ ഏർപ്പെടാറില്ലേ? ഒരു നിശ്ചിത സമയമാകുമ്പോൾ നാം പോലും അറിയാതെ നമുക്ക് വിശക്കാറുണ്ട്. ഇതെല്ലാം യാന്ത്രികമായി സംഭവിക്കുന്നതാണ്. വർഷങ്ങളോളമായി നമ്മൾ ശീലിച്ചു പോരുന്ന ഓരോ പ്രവൃത്തിയുടെയും അനന്തരഫലമാണ് യാന്ത്രികമായി ഇങ്ങനെ സംഭവിക്കുക. അതിന് ശരിക്കും പറഞ്ഞാൽ 21 ദിവസമാണ് ശരാശരി എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 10 തൊട്ട് 21 ദിവസം വരെ നാം തുടർച്ചയായി ചെയ്യുന്ന ഓരോ കാര്യവും പിന്നീടുള്ള ദിവസങ്ങളിൽ യാന്ത്രികമായി അവ പ്രതിഫലിക്കും. എന്തെല്ലാം തിരക്കുകൾ ഉണ്ട് എങ്കിൽ പോലും ഒരിക്കലും നമ്മുടെ തലച്ചോറ് ആ ഒരു പ്രവൃത്തിയെ വിട്ടുകളയുകയില്ല. അത് ചെയ്തതിനു ശേഷം മാത്രമേ മറ്റുള്ളവയ്ക്ക് നമ്മുടെ മനസ്സ്, തലച്ചോറ് പ്രാധാന്യം കൽപ്പിക്കുകയുള്ളൂ. ആയതിനാൽ ആദ്യത്തെ ആഴ്ചകൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർക്കുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം, ഏതെങ്കിലും പുതിയ ശീലങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാച്ചാൽ നാളെ തന്നെ, അതായത് 1-ാം തീയതി തന്നെ അതിനെ തുടക്കമിടുക. പിന്നീടാകട്ടെ എന്ന് മാറ്റിവെക്കരുത്. ഒരു നാമജപമായാൽ പോലും അത് മുടക്കമില്ലാതെ 1 ആഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ തുടരുക. പിന്നീട് ആ പ്രവൃത്തി തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊള്ളും. ഇനി നാം പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന രീതിയിൽ അത്രമാത്രം ഈ പുതുവർഷത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടവയാണ്. പറ്റുവച്ചാൽ നാളെ തന്നെ 1-ാം തീയതി തന്നെ അത് ചെയ്തു കൊള്ളുക. നമ്മുടെ വീടുകളിലെ സ്റ്റോർ റൂമിലോ
ചായപ്പിലോ പറമ്പിലോ പോലും ആയിക്കൊള്ളട്ടെ, പൊട്ടിയ ഗ്ലാസുകൾ, ഭഗവാന്റെ ചില്ല് പൊട്ടിയ ഫോട്ടോ ഫ്രെയിമുകൾ, അതേപോലെ തന്നെ പൊട്ടിയ വിഗ്രഹങ്ങൾ, ഇവയെല്ലാം ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറ്റിക്കൊള്ളുക. ഇപ്പോൾ അതീവ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ വളരെയധികം ആകർഷണമുള്ള വിഗ്രഹങ്ങൾ പൊട്ടിയത് കൊണ്ട് എവിടെയും കളയാൻ മനസ്സില്ലാതെ നമ്മൾ ചായപ്പിലോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകാം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കാണ് ക്ഷതമേറ്റിട്ടുള്ളത് എങ്കിൽ അപ്പോൾ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ ആ വിഗ്രഹങ്ങൾ വീടുകളിൽ നിന്നും മാറ്റുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ കൈയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെയാണ് ചെറിയ പൊട്ടലുള്ളത് എങ്കിൽ അത് കടകളിൽ കൊടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അല്ലാതെ തലയ്ക്കൊക്കെയാണ് ക്ഷത ഏറ്റിട്ടുള്ളത് എങ്കിൽ എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അപ്പോൾ തന്നെ മാറ്റി പുനഃസ്ഥാപിച്ചു കൊള്ളുക. നീ ഇപ്പോൾ ഭക്തജനങ്ങളുടെ അറിവിലേക്കായ ഒരു കാര്യം പറയാണ്. ആ വിഗ്രഹങ്ങൾ കുട്ടി വിഗ്രഹം ആയിക്കൊള്ളട്ടെ, വലിയ വിഗ്രഹങ്ങൾ ആയിക്കൊള്ളട്ടെ, എവിടെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ള സംശയം ഉണ്ടാച്ചാൽ ഒരു മടിയും കൂടാതെ നമ്മുടെ എങ്കിലുമെന്റ് കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിന്റെ അഡ്രസ്സിലേക്ക് അയക്കാവുന്നതാണ്. നമുക്കിവിടെ മാനുഫാക്ചറിങ് ഉള്ളതിനാൽ അവയെല്ലാം ഡിസ്പോസ് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അവ മാറ്റി സന്തോഷപൂർവ്വം പുതിയ വിഗ്രഹങ്ങളും എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ പൊട്ടിയ വിഗ്രഹങ്ങൾ മാറ്റിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ ഭക്തർക്ക് അറിയണമെന്നുണ്ട് എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. 24 മണിക്കൂറും അതിലെ സ്റ്റാഫുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട അറിവുകൾ അവർ നൽകുന്നതായിരിക്കും. ശരി, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. കഴിവതും ഈ പുതുവർഷത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഭക്തർ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ജ്യോതിഷന്മാർ വീഡിയോകളിൽ പറയുന്നത് കേൾക്കാം, പുതുവർഷത്തിലെ 1-ാം തീയതി തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം, ഇല്ലെങ്കിൽ പോയി പിന്നീട് നടത്തിയിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നടത്തിയാൽ മതി. ഇപ്പോൾ ജോലി തിരക്കുകൾ മൂലം, അസുഖങ്ങൾ മൂലം 1-ാം തീയതി തന്നെ ഭഗവാന്റെ അടുത്ത് പോകുവാനൊക്കെയും ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. മറ്റുള്ള ദിവസങ്ങളിൽ ആ ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ വർഷത്തിലെ ആദ്യത്തെ ക്ഷേത്ര ദർശനം അത് തീർച്ചയായും നമുക്ക് വല്ലാത്ത ഒരു ആത്മധൈര്യം നൽകും. പോസിറ്റീവ് ഊർജം വേണ്ടുവോളം നമ്മിലേക്ക് ഭഗവാനിൽ നിന്നും ലഭിക്കും. കാരണം നമ്മുടെ മനസ്സ് പുതുവർഷമായതുകൊണ്ട് തന്നെയും മാറ്റത്തിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ശീലങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനസ്സിനെ ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എല്ലാ മാസവും 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ മുടങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തജനങ്ങളോട് ചോദിച്ചാൽ അറിയാം, ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആയതിനാൽ ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ തീർച്ചയായും ക്ഷേത്ര ദർശനം, അതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അന്നദാനങ്ങളിൽ ഏർപ്പെടുക. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുക. തീർച്ചയായും അതിന്റെ ഫലം ഈ വർഷം മുഴുവനും ഭഗവാന്റെ നാമത്തിൽ പറയുന്നു ലഭിക്കുക തന്നെ ചെയ്യും. ഇനി അവസാനമായിട്ട് പറയുവാനുള്ളത് പുതുവർഷത്തിലെ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പറ്റുവച്ചാൽ 1-ാം തീയതി തന്നെ, നാളെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒന്ന് ദാനമായി മറ്റുള്ളവർക്ക് നൽകുക. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും, ഞാൻ എന്ത് ദാനമായി കൊടുക്കാനാണ് ഈ പുതുവർഷത്തിലെന്ന്. ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്രാർത്ഥനാ വേളയിൽ കണ്ണുകൾ അടച്ചൊന്ന് ശാന്തമായിരിക്കുക. തീർച്ചയായും എന്ത് ദാനമാണ് മറ്റുള്ളവർക്ക് നൽകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം തെളിഞ്ഞു വരും. മാത്രമല്ല, പിറ്റേ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ദാനകർമ്മം എന്താണോ അത് ചെയ്യുവാനുള്ള സാഹചര്യം ഭഗവാൻ തന്നെ കണ്ടിപ്പായും ഒരുക്കി തരിക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും ആശ്ചര്യപ്പെടേണ്ട, അതിനെ ജീവിക്കുന്ന ദൃക്സാക്ഷി തന്നെയാണ് ഞാൻ. ഇപ്പോൾ ദാനമായി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ചിന്തയാൽ ഇരിക്കുമ്പോഴൊക്കെ തന്നെ ഭഗവാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാറുണ്ട്. ഇത് 1-2 അനേകം തവണ സംഭവിച്ചിട്ടുള്ളതാണ്. പല രീതിയിലുള്ള ദാനകർമ്മങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുമ്പോഴെല്ലാം എങ്ങനെ ചെയ്യുമെന്നൊക്കെ ആദ്യമേ വിചാരിക്കാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് യാന്ത്രികമായി തന്നെ കടന്നു വരാറുമുണ്ട്. അങ്ങനെ തീർച്ചയായും നിങ്ങൾക്കും സംഭവിക്കും. ദാനകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തെ വരവേൽക്കുക. നമ്മുടെ എങ്കിലുമെന്റെ കൃഷ്ണ കൂട്ടായ്മയിലുള്ള വീഡിയോകളെല്ലാം മുടങ്ങാതെ കാണുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും അതിമനോഹരമായ ഒരു വർഷം തന്നെയാകട്ടെ ഈ 2025 എന്നും ആശംസിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. ഇന്നത്തെ ഈ വിഷയം
ഇന്നത്തെ ഈ വീഡിയോ ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതുക, പുതുവത്സര ആശംസകൾ എഴുതുക, മറക്കാതെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും എഴുതുക. പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത്, ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഒരമ്മയെക്കുറിച്ചാണ്. അമ്മ മുന്നേ പറഞ്ഞിരുന്നു, ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തതാണ്, മോനെ ഈ വർഷത്തിലെ അവസാനത്തെ വീഡിയോ അത് എൻ്റെ പേരിലുള്ളതായിരിക്കണം, ഞാൻ തന്നെ ചെയ്തു കൊള്ളാം, വേറെ ആർക്കും സ്പോൺസർ ചെയ്യാൻ കൊടുക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായി. ഇല്ലാട്ടോ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല, അമ്മയുടെ പേരിൽ തന്നെയാണ് ഇന്നത്തെ ഈ അവസാന വീഡിയോ ചെയ്തിട്ടുള്ളത്. സന്തോഷമായി എന്ന് കരുതുന്നു. സ്വദേശം പാലക്കാട്, അമ്മയുടെ നാമധേയം സീതാദേവി സുബ്രഹ്മണ്യൻ എന്നാണ്. എന്താഗ്രഹം പ്രതിയാണോ അമ്മ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും ഈ പുതുവർഷത്തിൽ 2 കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, ബാക്കെല്ലാം നന്ദി, നമസ്കാരം.